GST ആനുവൽ റിട്ടേണിൻ്റെ 3 വീഡിയോ സീരീസിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സീരീസിലെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ ഇതിനകം കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കണ്ടിട്ടില്ല എങ്കിൽ ദയവായി ആദ്യത്തെ വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു, ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട്. ഇനി ഈ സീരീസിൽ ഒരു വീഡിയോ കൂടി ഉണ്ട്, മൂന്നാമത്തെ വീഡിയോ. അതുകൂടി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ആനുവൽ റിട്ടേണിൻ്റെ വീഡിയോസ് കംപ്ലീറ്റ് ആകുകയുള്ളൂ. അതുകൊണ്ട് മൂന്നാമത്തെ വീഡിയോയും ഒന്നാമത്തെ വീഡിയോയും കൂടി കാണണമെന്നുള്ള അഭ്യർത്ഥനയോടെ നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. രണ്ടാമത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് GST ആനുവൽ റിട്ടേൺ എങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ്. അല്ലെങ്കിൽ GST ആനുവൽ റിട്ടേൺസിൻ്റെ ഓരോ ടേബിളും ഓരോ കോളവും പരിചയപ്പെടുത്തുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി പാർട്ട് 2വിൻ്റെ 4-ാമത്തെയും 5-ാമത്തെയും ടേബിൾസ് ഔട്ട്വേർഡ് സപ്ലൈസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 4-ാമത്തെ ടേബിൾ എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് അഡ്വാൻസസ് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈസ് മെയ്ഡ് ഡ്യൂറിംഗ് ദി ഫിനാൻഷ്യൽ ഇയർ ഓൺ വിച്ച് ടാക്സ് ഈസ് പേയബിൾ. അപ്പോൾ 4-ാമത്തെ ടേബിൾ എന്ന് പറയുന്നത് ടാക്സ് പേ ചെയ്യേണ്ടതായ ഔട്ട്വേർഡ് സപ്ലൈസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ 4A പറയുന്നത് സപ്ലൈസ് മെയ്ഡ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺസ്, B2C സപ്ലൈസ് ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 2018-19 ടേബിൾ 4, 5 അല്ലെങ്കിൽ മറ്റു ടേബിളുകൾ ഫില്ല് ചെയ്യുമ്പോൾ 2018-19 ടേൺ ഓവർ മാത്രമാണ് ഇതിനകത്ത് വരാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അല്ല എങ്കിൽ നമ്മൾ GSTR 3Bയിൽ എത്ര എമൗണ്ട് ആണോ ടാക്സ് ആയിട്ട് പേ ചെയ്തിരിക്കുന്നത് ആ എമൗണ്ടുമായിട്ട് മാച്ച് ചെയ്ത് വരുന്ന രീതിയിലാണ് നമ്മൾ ഔട്ട്വേർഡ് സപ്ലൈസ് ഇവിടെ കാണിക്കേണ്ടത്. ഇത് 2017-18 ആനുവൽ റിട്ടേൺ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്ത ഒരു റൂളാണ്. നമ്മൾ 2017-18 സമയത്ത് അപ്ലൈ ചെയ്ത റൂളിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ GSTR 1ൽ ഒരു എമൗണ്ട് സെയിൽസ് എൻട്രി ചെയ്തു, GSTR 3Bയിൽ വേറൊരു എമൗണ്ട് എൻട്രി ചെയ്തു, GSTR 3Bയിൽ ആക്ച്വൽ ടാക്സ് പേ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ചില സമയത്ത് GSTR 1ൽ എൻട്രി ചെയ്ത സെയിൽ കുറവായിരിക്കും, അല്ലെങ്കിൽ സെയിൽ കൂടുതലായിരിക്കും. അപ്പോൾ GSTR 3Bയിൽ കൊടുത്ത ടാക്സ് എത്രയാണോ അതിന് ഒപ്പിച്ചിട്ടുള്ള സെയിലാണ് നമ്മൾ GSTR 4ലും 5ലും കഴിഞ്ഞ വർഷം നമ്മൾ കാണിച്ചത്, 17-18 കാണിച്ചത്. അതേ റൂള് തന്നെയാണ് 2018-19 ഉള്ളത്. നമ്മൾ 18-19 സെയിലിൻ്റെ എത്ര GST ആണോ 18-19 കൊടുത്തത് ആ GST ആയിട്ട് മാച്ച് ചെയ്ത് വരുന്ന രീതിയിലാണ് ടേബിൾ 4ഉം 5ഉം ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ 4A എന്നുള്ള ടേബിൾ ഫില്ല് ചെയ്യുന്നത് സപ്ലൈസ് മെയ്ഡ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺസ്, B2C സെയിൽസ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ B2C സപ്ലൈസിൽ എന്ന് പറയുമ്പോൾ ഇ-കോമേഴ്സ് ഓപ്പറേറ്ററിലൂടെ ആരെങ്കിലും രജിസ്ട്രേഷൻ ഇല്ലാത്ത പാർട്ടികൾക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി 4A എന്നുള്ള ടേബിളിൽ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്ന ടേബിളാണ്. പക്ഷേ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് GST സൈറ്റിൽ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നതാണ്. പക്ഷേ അത് റീചെക്ക് ചെയ്ത് കറക്റ്റാണെന്ന് ഉറപ്പാക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. 4-ാമത്തേതിൽ B എന്ന് പറയുന്ന കോളത്തിൽ വരുന്നത് സപ്ലൈസ് മെയ്ഡ് ടു രജിസ്റ്റേർഡ് പേഴ്സൺസ് ആണ്, B2B സപ്ലൈസ്. B2B സപ്ലൈസിൽ വരുന്നത് അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് സപ്ലൈസ് മെയ്ഡ് ടു രജിസ്റ്റേർഡ് പേഴ്സൺസ് ഇൻക്ലൂഡിംഗ് സപ്ലൈസ് മെയ്ഡ് ടു UIN ഓൺ വിച്ച് ടാക്സ് ഹാസ് ബീൻ പെയ്ഡ് ഷാൽ ബി ഡിക്ലെയർഡ് ഹിയർ. ദീസ് വിൽ ഇൻക്ലൂഡ് സപ്ലൈസ് മെയ്ഡ് ത്രൂ ഇ-കോമേഴ്സ് ഓപ്പറേറ്റേഴ്സ്. അപ്പം ഇ-കോമേഴ്സ് ഓപ്പറേറ്ററിലൂടെ ഏതെങ്കിലും രജിസ്ട്രേഷൻ ഉള്ള പാർട്ടിക്ക് നമ്മൾ ഗുഡ്സ് സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 4Bയിലാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇനി 4C എന്ന് പറയുന്നത് സീറോ റേറ്റഡ് സപ്ലൈ എക്സ്പോർട്ട് ഓൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. സെസ്സിലേക്ക് കൊടുത്ത സപ്ലൈ ഒഴികെയുള്ള എക്സ്പോർട്ട് സപ്ലൈസ് ആണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പോർട്ടാണ് നമ്മളിവിടെ എൻട്രി ചെയ്യുന്നത്. സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറയുന്നത് എക്സ്പോർട്ടാണ്. അത് വിത്ത് പേയ്മെൻ്റ് ആണെങ്കിലാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. വിത്തൗട്ട് പേയ്മെൻറ്റിലാണ് എക്സ്പോർട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ 5-ാമത്തെ ടേബിളിലാണ് എൻ്റർ ചെയ്യുന്നത്, 4-ാമത്തെ ടേബിളിലല്ല എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ 4C എന്ന് പറയുന്നത് GST
എക്സ്പോർട്ടിലുള്ളതാണ് ഇവിടെ എൻട്രി ചെയ്യുന്നത്. സെസ്സിലേക്കുള്ള എക്സ്പോർട്ട് സെപ്പറേറ്റ് ഡിയിലാണ് വരുന്നത്. സപ്ലൈ ടു സെസ് ഓൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. ഡീംഡ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് അഗ്രേറ്റ് വാല്യൂ സപ്ലൈസ് വിച്ച് ആർ ഇൻ ദി നേച്ചർ ഓഫ് ഡീംഡ് എക്സ്പോർട്ട്സ് ഓൺ വിച്ച് ടാക്സ് ഹാസ് ബീൻ പെയ്ഡ് ഷാൽ ബി ഡിക്ലെയർഡ് ഹിയർ. ടേബിൾ 6C ഓഫ് GSTR 1 ആണ് ഇവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. എഫിൽ കാണിക്കുന്നത് നമുക്ക് അഡ്വാൻസ് കിട്ടി. നമുക്കറിയാം സർവീസസിന് അഡ്വാൻസ് റിസീവ് ചെയ്താൽ അഡ്വാൻസ് റിസീവ് ചെയ്യുന്ന മാസത്തിൽ തന്നെ നമ്മൾ GST കൊടുക്കണം. അങ്ങനെ GST കൊടുത്തിട്ടുള്ള അഡ്വാൻസിൽ ഏതെങ്കിലും അഡ്വാൻസ് 31 മാർച്ചിൽ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ബാലൻസ് നിൽക്കുന്നുണ്ട് എങ്കിൽ ആ അഡ്വാൻസ് എമൗണ്ട് ഇവിടെ എൻട്രി ചെയ്യണം. അതിൻ്റെ കറസ്പോണ്ടിങ് അൺസെറ്റിൽഡ് GST എമൗണ്ടും GST കോളത്തിൽ എൻട്രി ചെയ്യുക. അപ്പോൾ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് 4Fൽ വരുന്ന അഡ്വാൻസ് എന്ന് പറയുന്നത് നമ്മളുടെ P&L അക്കൗണ്ടിൽ വരുന്ന സെയിൽസുമായിട്ട് അല്ലെങ്കിൽ ഔട്ട്വേർഡ് സപ്ലൈസുമായിട്ട് ഒരു ഡിഫറൻ്റ് ആയിട്ട് വരുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ നമ്മുടെ GST റിട്ടേണിലുള്ള ടേൺ ഓവർ എന്ന് പറയുന്നതിൽ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും. അൺസെറ്റിൽഡ് ബാലൻസ് ഓഫ് അഡ്വാൻസസ് ഓൺ വിച്ച് ടാക്സ് ഹാസ് ബീൻ പെയ്ഡ്. അത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റിലായിരിക്കും മിക്കവാറും കാണുക. ബാലൻസ് ഷീറ്റിൻ്റെ അഡ്വാൻസ് റിസീവ് ചെയ്തതായതുകൊണ്ട് ലയബിലിറ്റി സൈഡിലായിരിക്കും കാണുക. അഡ്വാൻസ് എന്നുള്ള കോളത്തിൽ അഡ്വാൻസ് ഫ്രം കസ്റ്റമർ എന്നുള്ള കോളത്തിൽ ലയബിലിറ്റി സൈഡിൽ കറണ്ട് ലയബിലിറ്റീസിലായിരിക്കും ആ എമൗണ്ട് അപ്പിയർ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ടോട്ടൽ ടേൺ ഓവർ ആസ് പെർ GST ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത് P&Lലുള്ള ഔട്ട്വേർഡ് സപ്ലൈസ് പ്ലസ് ബാലൻസ് ഷീറ്റിലെ കറണ്ട് ലയബിലിറ്റീസിലുള്ള ബാലൻസ് അഡ്വാൻസസ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ് എന്നുള്ള ഹെഡും കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ടേൺ ഓവർ എന്ന് പറയുന്നത്, ആനുവൽ റിട്ടേണിൽ ടേൺ ഓവർ എന്ന് പറയുന്നത്. ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി G എന്ന് പറയുന്ന കോളത്തിൽ ഫില്ല് ചെയ്യുന്നത് ഇൻവേർഡ് സപ്ലൈസ് ഓൺ വിച്ച് ടാക്സ് ഈസ് ടു ബി പെയ്ഡ് ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്. ഇത് സെക്ഷൻ 9(3) അല്ലെങ്കിൽ 9(4) വരുന്ന ഇൻവേർഡ് സപ്ലൈസ് ആണ് ഇവിടെ എൻട്രി ചെയ്യേണ്ടത്. അതിൻ്റെ ടാക്സ് ലയബിലിറ്റി സപ്ലൈ റിസീവ് ചെയ്യുന്ന ആളാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ആ എമൗണ്ട് ഇവിടെ നമ്മൾ എൻട്രി ചെയ്യണമെന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ലയബിലിറ്റിയാണ് ടാക്സ് കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് 6Gയും 4Gയും കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. I എന്നുള്ള കോളം ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂഡ് ഇൻ റെസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻ സ്പെസിഫൈഡ് B2E ആണ്. അതായത് B2B സെയിൽസ് മുതൽ താഴേക്കുള്ള സപ്ലൈസിൻ്റെ ക്രെഡിറ്റ് നോട്ടുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ I എന്ന കോളത്തിലാണ് കാണിക്കുന്നത്. അപ്പോൾ B2Cയിലുള്ള ക്രെഡിറ്റ് നോട്ട് B2Cയിൽ തന്നെയാണ് സെറ്റിൽ ചെയ്യുന്നത്. നെറ്റ് ഓഫ് ക്രെഡിറ്റ് നോട്ട് B2Cയുടെ വാല്യൂ കാണിക്കുമ്പോൾ ക്രെഡിറ്റ് നോട്ട് ലെസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് മുകളിൽ കാണിക്കുന്നത്. B2Bയുടെ ക്രെഡിറ്റ് നോട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നു. B2Bയും അതിലേക്ക് താഴേക്കുള്ള എക്സ്പോർട്ട്, ഡീംഡ് എക്സ്പോർട്ട് മുതലായിട്ടുള്ള ക്രെഡിറ്റ് നോട്ട്, B മുതൽ E വരെയുള്ള ക്രെഡിറ്റ് നോട്ട്, B മുതൽ E വരെ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ കാണാം. B2B, സീറോ റേറ്റഡ്, സപ്ലൈ, ഡീംഡ് എക്സ്പോർട്ട്, ഇത്രയും ക്രെഡിറ്റ് നോട്ട്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കാണിക്കുന്നു. ബാക്കിയുള്ളതെല്ലാം അഡ്വാൻസ് എല്ലാം നെറ്റ് ഓഫ് ക്രെഡിറ്റ് നോട്ടാണ്. Gയും നെറ്റ് ഓഫ് ക്രെഡിറ്റ് നോട്ടാണ്. B2C സപ്ലൈയും നെറ്റ് ഓഫ് ക്രെഡിറ്റ് നോട്ടാണ് നമ്മളവിടെ കാണിക്കേണ്ടത്. ഇനി ഡെബിറ്റ് നോട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും കാണിക്കുന്നു. അതിൻ്റെയും കണ്ടീഷൻ ഇത് തന്നെയാണ്. B മുതൽ E വരെയുള്ള ഡെബിറ്റ് നോട്ട്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നു. ഇനി സപ്ലൈസ് ടാക്സ് ഡിക്ലെയർഡ് ത്രൂ അമെൻമെൻറ്റ്സ്, പ്ലസ് അമെൻമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് Kയിൽ കാണിക്കുന്നു. മൈനസ് അമെൻമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ Lയിൽ കാണിക്കുന്നു. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ടേബിൾ 4 വളരെ ഈസിയാണ്. ടേബിൾ 4 എന്ന് പറയുന്നത് ടാക്സ് ഓൾ സപ്ലൈസിൻ്റെ കോളമാണിത്. അപ്പോൾ ടാക്സ് കൊടുത്തിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ വരുന്നത്. എയിൽ B2C സപ്ലൈസ് ആണ് വരുന്നത്, ബിയിൽ B2B സപ്ലൈസ് ആണ് വരുന്നത്, സിയിൽ സീറോ റേറ്റഡ് എക്സ്പോർട്ട് സപ്ലൈസ് ആണ് വരുന്നത്, ഡിയിൽ സെസ് സപ്ലൈസ് ആണ് വരുന്നത്, ഇയിൽ ഡീംഡ് എക്സ്പോർട്ടാണ്, എഫിലെന്ന് പറയുന്നതാണ് ഒരു സ്പെഷ്യൽ ഐറ്റം ഇവിടെ വരുന്നത്. കാരണം അഡ്വാൻസ് റിസീവ് ചെയ്യുമ്പോൾ, സർവീസസിലുള്ള അഡ്വാൻസ് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ GST കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ആ സെയിം മന്തിൽ. പക്ഷേ അങ്ങനെ റിസീവ് ചെയ്യുന്ന അഡ്വാൻസസിൻ്റെ ഇൻവോയ്സുകൾ മുഴുവൻ 31 മാർച്ചിൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല. അപ്പോൾ കുറച്ച് അഡ്വാൻസ് വേണമെങ്കിൽ 31 മാർച്ചിൽ ബാക്കി നിൽക്കാം.
ടാക്സ് കൊടുത്ത അഡ്വാൻസ് കുറച്ച് ബാക്കി നിൽക്കാം. അങ്ങനെ ബാക്കി നിൽക്കുന്നുണ്ട് എങ്കിൽ ആ എമൗണ്ടാണ് എഫ് എന്ന കോളത്തിൽ കാണിക്കേണ്ടത്. അങ്ങനെ ബാക്കി നിൽക്കുന്ന അഡ്വാൻസ് എമൗണ്ടും അതിന്മേലുള്ള GST എമൗണ്ടും അതാത് കോളത്തിൽ കാണിക്കുക. ജി എന്ന് പറയുന്നത് ഇൻവേർഡ് സപ്ലൈസ് ഓൺ വിച്ച് ടാക്സ് ഈസ് ടു ബി പെയ്ഡ് ഓൺ റിവേഴ്സ് ചാർജ് ബേസിൽ, അതായത് സെക്ഷൻ 9394 എന്ന വകുപ്പിൽപ്പെടുന്ന റിവേഴ്സ് ചാർജിൽ ഇൻവേർഡ് സപ്ലൈസിൽ വരുന്നതും ഇവിടെയാണ് കാണിക്കേണ്ടത്. കാരണം അതിൻ്റെ GST ലയബിലിറ്റി സപ്ലൈ റിസീവ് ചെയ്യുന്ന ആൾക്കുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ കാണിക്കുക. ഇതിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻവേർഡ് സപ്ലൈസ് ഓൺ റിവേഴ്സ് ചാർജുള്ള ഇൻവേർഡ് സപ്ലൈസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പല സമയത്തും നമ്മൾ GTA സർവീസ് പോലെയുള്ള ഇൻവേർഡ് സപ്ലൈസിൻ്റെ കാര്യം നമ്മൾ ഓർത്തിട്ടുണ്ടാവുകയില്ല, അത് ചെയ്തിട്ടുണ്ടാവുകയില്ല. അപ്പോൾ നമ്മൾ GST റിവേഴ്സ് ചാർജിൽ കൊടുത്തിട്ടുണ്ടാവുകയില്ല, അതിൻ്റെ ക്രെഡിറ്റ് എടുത്തിട്ടും ഉണ്ടാവുകയില്ല. രണ്ട് കാര്യവും സംഭവിച്ചിട്ടുണ്ടാവില്ല. ടോട്ടലി മിസ് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ടാകാം. 17-18 പോയിട്ടുണ്ടാകാം, 18-19 അങ്ങനെ പോയിട്ടുണ്ടാകാം. അതായത് നമ്മൾ GTA സർവീസിൻ്റെ വാല്യൂ റിവേഴ്സ് ചാർജിൽ കൊടുത്തില്ല, അതിൻ്റെ ITC എടുത്തതുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കൊടുത്തിട്ടുമില്ല എടുത്തിട്ടുമില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കാണിക്കേണ്ട ആവശ്യമില്ല, ജിയിൽ കാണിക്കേണ്ട ആവശ്യമില്ല. അതെപ്പോഴാണോ കൊടുക്കുന്നത് എപ്പോഴാണോ എടുക്കുന്നത് ആ വർഷം കാണിച്ചാൽ മതി. അപ്പോൾ 17-18ൻ്റെയും 18-19ൻ്റെയും ഒരുമിച്ചാണ് 18-19 കൊടുത്തതെങ്കിൽ ആ രണ്ട് എമൗണ്ടും കൂടി കൂടിയിട്ട് ഇവിടെ കാണിക്കുക, അതിൻ്റെ ടാക്സ് ഇവിടെ കാണിക്കുക. പിന്നെ ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും പ്ലസ് അമെൻമെൻറ്റും മൈനസ് അമെൻമെൻറ്റുമാണ്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി. വളരെ സിമ്പിളാണ്. 17-18 നമ്മൾ ചെയ്തതാണ്. ഇനി ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ടേബിൾ 5 എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് മെയ്ഡ് ഡ്യൂറിങ് ദി ഫിനാൻഷ്യൽ ഇയർ ഓൺ വിച്ച് ടാക്സ് ഇസ് നോട്ട് പേയബിൾ ആണ്. അതായത് ടാക്സ് കൊടുക്കേണ്ടാത്ത സപ്ലൈസ് ആണ് ടേബിൾ 5 വരുന്നത്. അതിൻ്റെ 5A വരുന്നത് സീറോ റേറ്റഡ് സപ്ലൈ എക്സ്പോർട്ട് വിത്തൗട്ട് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. അപ്പോൾ ടാക്സൽ വാല്യൂ മാത്രമേ വരികയുള്ളൂ. ടാക്സ് കോളം empty ആയിരിക്കും, അവിടെ ഒന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ആ കോളം ആക്റ്റീവും ആയിരിക്കുകയില്ല. 5Bയിൽ വരുന്നത് സപ്ലൈസ് ടു സെസ് വിത്തൗട്ട് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. 5Cയിൽ വരുന്നത് സപ്ലൈസ് ഓൺ വിച്ച് ടാക്സ് ഇസ് ടു ബി പെയ്ഡ് ബൈ ദി റെസിപ്പിയൻ്റ് ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്. ഇവിടെയും റിവേഴ്സ് ചാർജ് വരുന്നുണ്ട്. അപ്പോൾ ടേബിൾ 4 റിവേഴ്സ് ചാർജും ടേബിൾ 5 റിവേഴ്സ് ചാർജും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ടേബിൾ 4 റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത് ഇൻവേർഡ് സപ്ലൈസിലുള്ള റിവേഴ്സ് ചാർജാണ്. അതിൻ്റെ ടാക്സ് ലയബിലിറ്റി അത് റിസീവ് ചെയ്യുന്ന ആൾക്കാണ്. എന്നാൽ ടേബിൾ 5Cയിലെ റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത് ഔട്ട്വേർഡ് സപ്ലൈസിലുള്ള റിവേഴ്സ് ചാർജാണ്. അതിൻ്റെ ലയബിലിറ്റി നമ്മുടെ കയ്യിൽ നിന്ന് ആരാണോ പർച്ചേസ് ചെയ്യുന്നത് അയാൾക്കുള്ളതാണ് GST കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് നമ്മളുടെ ടാക്സ് ഇല്ലാത്ത ടേബിളിൽ അത് വരുന്നത്. അപ്പം നമ്മളൊരു GTA സർവീസ് പ്രൊവൈഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ടേൺ ഓവറിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് റിസീവ് ചെയ്യുന്ന ആളായിരിക്കും ടാക്സ് കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ടേൺ ഓവർ 5Cയിൽ കാണിക്കുക. ഇനി എക്സംപ്റ്റഡ് സപ്ലൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സംപ്റ്റ് സപ്ലൈസ് Dയിൽ കാണിക്കുക. നിൽ റേറ്റഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിൽ റേറ്റഡ് കാണിക്കുക. നോൺ GST സപ്ലൈസ് എന്ന് പറയുന്നത് Fൽ കാണിക്കുക. എക്സംപ്റ്റഡ് നിൽ റേറ്റഡ് നമുക്ക് തിരിച്ച് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് കറക്റ്റായിട്ടൊരു സെഗ്രിഗേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിൽ റേറ്റും കൂടി കൂടിയിട്ട് എക്സംപ്റ്റഡിൽ കാണിച്ചാലും മതി. ഇപ്പോൾ ടേബിൾ 8 ആണ്. GSTR1ൻ്റെ ടേബിൾ 8ൽ നിന്നാണ് ഈ എമൗണ്ട് ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെയും ടേബിൾ 8ൽ നിന്നാണ് ഫില്ല് ചെയ്യേണ്ടത്, ഇവിടെയും ടേബിൾ 8ൽ നിന്നാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ 3 കോളം ഫില്ല് ചെയ്യുന്നത് എക്സംപ്റ്റഡും നിൽ റേറ്റഡും നോൺ GST സപ്ലൈസും ടേബിൾ 8ൽ നിന്നാണ്, GSTR1ൻ്റെ ടേബിൾ 8ൽ നിന്നാണ് ഫില്ല് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രെഡിറ്റ് നോട്ട്സ് ഇഷ്യൂഡ് ഇൻ റെസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻസ് A to F മൈനസ് എമൗണ്ട് ആണ്. ഡെബിറ്റ് നോട്ട്സ് പ്ലസ് എമൗണ്ട് ആണ്. സപ്ലൈസ് ഡിക്ലെയർഡ് ത്രൂ അമെൻമെൻറ്റ്സ് പ്ലസ് ആണ്. സപ്ലൈസ് റെഡ്യൂസ്ഡ് ത്രൂ അമെൻമെൻറ്റ്സ് മൈനസ് ആണ്. അപ്പോൾ ഇതും വളരെ ഈസിയാണ്. ടേബിൾ 4ഉം 5ഉം ഫില്ല് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ടോട്ടൽ ടേൺ ഓവർ ഇൻക്ലൂഡിങ് അഡ്വാൻസസ്. അപ്പോൾ ടോട്ടൽ ടേൺ ഓവറിൽ GSTയുടെ ആനുവൽ റിട്ടേണിലെ ടോട്ടൽ ടേൺ ഓവർ എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ ഔട്ട്വേർഡ് സപ്ലൈസ് പ്ലസ് അഡ്വാൻസസ് ആണ്.
എന്നാൽ നമ്മളിവിടെ കണ്ടു ടേബിൾ 4-ൽ നമ്മൾ അഡ്വാൻസസ് കൂടാതെ ഇൻവേർഡ് സപ്ലൈസ് ലയബിൾ ടു റിവേഴ്സ് ചാർജും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4Gയിൽ അതുണ്ടായിരുന്നു, ഇൻവേർഡ് സപ്ലൈസ് ഓൺ വിച്ച് ടാക്സ് ഈസ് ടു ബി പെയ്ഡ് ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്. അങ്ങനെ വരുന്ന ഇൻവേർഡ് സപ്ലൈസ് നമ്മളെ ടേൺ ഓവറിൻ്റെ പാർട്ടല്ല. അതുകൊണ്ടാണ് 4Gയെ ടോട്ടൽ ടേൺ ഓവറിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം, ടോട്ടൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 4N + 5M - 4G എബോവ്. 4G എന്ന് പറയുന്നത് ഇൻവേർഡ് സപ്ലൈസ് ആണ്, ഇൻവേർഡ് സപ്ലൈസ് ഓൺ റിവേഴ്സ് ചാർജ് ആണ്. ഇനി നമ്മൾ പാർട്ട് 3 ITC എന്നുള്ള പോർഷനിലേക്കാണ് കിടക്കുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളതും എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നതുമായ പോർഷനാണ് പാർട്ട് 3 എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് മനസ്സിലാവും. ഇതിന് തുടർന്ന് താഴോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ റെഡ് കളറിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നിടത്തെല്ലാം മൈനസ് വാല്യൂ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഈ വർഷത്തെ ആനുവൽ റിട്ടേണിൽ എവിടെയൊക്കെ റെഡ് കളർ ലെഫ്റ്റ് സൈഡിൽ കാണുന്നോ അവിടെയെല്ലാം മൈനസ് വാല്യൂ എൻ്റർ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ റെഡ് കളറിനെ കുറിച്ച് ഇനി തുടർന്ന് പോകുമ്പോൾ പറയുന്നതല്ല, അവിടെ മൈനസ് വാല്യൂ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് മനസ്സിലോർത്തുകൊള്ളുക. ഇനി 6ഉം 7ഉം 8ഉം ITC റിലേറ്റഡ് ടേബിൾസ് ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 6A എന്ന് പറയുന്ന ടേബിളിൽ വരുന്നത് നമ്മുടെ GSTR 3Bയിൽ ക്ലെയിം ചെയ്തിരിക്കുന്ന ITC എമൗണ്ട് ആണ്. 6Aയിൽ അപ്പയർ ചെയ്ത് വരുന്നത് അത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നതാണ്. അത് എഡിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലാത്തൊരു കോളമാണിത്. 6A എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല, ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരും. ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നത് 3Bയിൽ നിന്നാണ്, GST 3Bയിൽ നിന്നാണ്. ഇവിടെ ഇങ്ങനെ എമൗണ്ട് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു അനാലിസിസ് നമ്മൾ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ 6B എന്ന് പറയുന്നത് ഇൻവേർഡ് സപ്ലൈസിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇൻവേർഡ് സപ്ലൈസ് അതർ ദാൻ ഇമ്പോർട്ട്സ് ആൻഡ് ഇൻവേർഡ് സപ്ലൈസ് ലയബിൾ ടു റിവേഴ്സ് ചാർജ് ബട്ട് ഇൻക്ലൂഡ് സർവീസസ് റിസീവ്ഡ് ഫ്രം സെസ്. അപ്പോൾ ഇൻവേർഡ് സപ്ലൈസിൻ്റെ ITC എടുത്തിരിക്കുന്നതിൻ്റെ ഒരു ബൈഫർക്കേഷൻ ഇവിടെ എൻ്റർ ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് ഇൻപുട്ട്സ് എത്രയുണ്ട്, ക്യാപിറ്റൽ ഗുഡ്സ് എത്രയുണ്ട്, ഇൻപുട്ട് സർവീസ് എത്രയുണ്ടെന്നുള്ളത് ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കണം. പക്ഷേ ഈ ബൈഫർക്കേഷൻ ഇൻപുട്ട്സും ക്യാപിറ്റൽ ഗുഡ്സും ഇൻപുട്ട് സർവീസ് എന്നുള്ള ബൈഫർക്കേഷൻ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ടോട്ടലായിട്ടുള്ള എമൗണ്ട് ഇൻപുട്ട്സ് എന്നുള്ള കോളത്തിൽ കൊടുത്താൽ മതി. ഇനി 6C എന്ന് പറയുന്ന കോളത്തിൽ വരേണ്ട ഇൻവേർഡ് സപ്ലൈസ് റിസീവ്ഡ് ഫ്രം അൺരജിസ്റ്റേർഡ് പേഴ്സൺസ് ലയബിൾ ടു റിവേഴ്സ് ചാർജ് ആണ്. അപ്പം നമ്മൾ റിവേഴ്സ് ചാർജിൽ ഇൻവേർഡ് സപ്ലൈസ് വന്നു കഴിയുമ്പോൾ നമ്മൾ GST കൊടുക്കണമെന്ന് പറഞ്ഞു. 4Gയിൽ നമ്മൾ GST കൊടുത്തു. ആ കൊടുക്കുന്ന GST നമുക്ക് ITC ആയിട്ട് അവൈൽ ചെയ്യാം. അപ്പോൾ ITC ആയിട്ട് അവൈൽ ചെയ്യുമ്പോൾ സെക്ഷൻ 9(3)യുമുണ്ട്, സെക്ഷൻ 9(4)ലുമുണ്ട്. ഒന്ന് രജിസ്റ്റേർഡ് പേഴ്സൺസിൻ്റെ പർച്ചേസും ഒന്ന് അൺരജിസ്റ്റേർഡ് പേഴ്സൺസിൽ നിന്നുള്ള പർച്ചേസുമാണ്. അപ്പോൾ അൺരജിസ്റ്റേർഡ് പേഴ്സൺസിൽ നിന്ന് പർച്ചേസ് ചെയ്തതിന് കൊടുത്ത GSTയിൽ എത്രയാണോ ITC അവൈൽ ചെയ്തത് ആ ITC ഇവിടെ എൻ്റർ ചെയ്യുക. ഇവിടെയും ഒരുമിച്ച് നമുക്ക് ബൈഫർക്കേഷൻ ഇല്ല എങ്കിൽ ഒരുമിച്ച് കൊടുത്താൽ മതി, നോ പ്രോബ്ലം. ഇനി ഇൻവേർഡ് സപ്ലൈസ് റിസീവ്ഡ് ഫ്രം രജിസ്റ്റേർഡ് പേഴ്സൺസ് ലയബിൾ ടു റിവേഴ്സ് ചാർജ്. ഇവിടെയാണ് GTA സർവീസ് എല്ലാം വരുന്നത്. അതിൻ്റെ ഇൻപുട്ട്സ് എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ആ കേസിൽ GTA ആണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് സർവീസ് ആയിരിക്കും. പക്ഷേ നമുക്ക് കറക്റ്റ് ബൈഫർക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻപുട്ട്സിൽ കൊടുത്താലും മതി. ഇനി ഇൻ കേസ് നമുക്ക് Cയും Dയും തമ്മിലുള്ള സെഗ്രിഗേഷനും നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോളത്തിൽ റിവേഴ്സ് ചാർജിൽ കൊടുത്താലും മതി എന്നാണ് പറയുന്നത്. 17, 18, 18, 19. ഇനി 6Eയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഇൻക്ലൂഡിങ് സപ്ലൈസ് റിസീവ്ഡ് ഫ്രം സെസ്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തതിൻ്റെയും സെസ്സിൽ നിന്ന് പർച്ചേസ് ചെയ്തതിൻ്റെയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ 6Eയിൽ കൊടുക്കേണ്ടത്. അതിൻ്റെ CGSTയും SGSTയും IGSTയും സെസ്സും കറക്റ്റായിട്ട് കൊടുക്കുക. അതിൻ്റെ ബൈഫർക്കേഷൻ ഉണ്ടെങ്കിൽ ബൈഫർക്കേഷൻ കൊടുക്കുക, ഇല്ലെങ്കിൽ ഇൻപുട്ട്സിൽ മാത്രമായിട്ട് കാണിക്കുക. ഇനി 6Fൽ എന്ന് പറയുന്ന ഇമ്പോർട്ട് ഓഫ് സർവീസ് എക്സ്ക്ലൂഡിങ് ഇൻവേർഡ് സപ്ലൈസ് ഫ്രം സെസ്. ഇമ്പോർട്ട് ഓഫ് സർവീസ് അപ്പോൾ സെസ്സിൽ നിന്ന് വരുന്ന സർവീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സെസ്സിൽ നിന്നല്ലാതെ ഇമ്പോർട്ട് ചെയ്ത സർവീസാണ് നമ്മളിവിടെ 6Fൽ കാണിക്കുന്നത്. ഇനി Gയിൽ കാണിക്കുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിസീവ്ഡ് ഫ്രം ISD ആണ്.
6Gയിൽ കാണിക്കുന്നത്. 6H എന്ന് പറയുന്നത് ITC റീക്ലെയിംഡ്. ITC റീക്ലെയിംഡ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, GST നിയമം അനുസരിച്ച് നമ്മൾ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ 180 ദിവസത്തിനകം നമ്മൾ സപ്ലയർക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. 180 ദിവസത്തിനകം സപ്ലയർക്ക് പേയ്മെൻറ്റ് കൊടുത്തില്ല എങ്കിൽ നമുക്ക് ആ പർച്ചേസിൽ നിന്നുള്ള ITCക്ക് എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതല്ല. അങ്ങനെ വരുന്ന ITC 180 ദിവസത്തിനകം സപ്ലയർക്ക് പേയ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ITC നമ്മൾ റിവേഴ്സ് ചെയ്യണം GSTR 3Bയിൽ. പിന്നീട് എപ്പോഴാണോ നമ്മൾ സപ്ലയർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നത് ആ സമയത്ത് നമുക്ക് വീണ്ടും ITC എടുക്കാവുന്നതാണ്. അങ്ങനെ എടുക്കുന്ന ITC ആണ് 6Hൽ കാണിക്കുന്നത്. ഇനി ട്രാൻ 1 ക്രെഡിറ്റ്, ട്രാൻ 2 ക്രെഡിറ്റ് കറക്റ്റായിട്ട് കാണിക്കുക. എനി അതർ ITC അവൈലബിൾ ബട്ട് നോട്ട് സ്പെസിഫൈഡ് എബവ്. ഇതെന്ന് പറയുന്നത് നമ്മൾ കോമ്പോസിഷൻ സ്കീമിൽ നിന്ന് നോർമൽ സ്കീമിലേക്ക് മാറുമ്പോൾ എടുക്കുന്ന ITC പോലുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 6Oയുടെ ടോട്ടൽ എന്ന് പറയുന്നത് ടോട്ടൽ ITC അവൈൽഡ് ആണ്. ഇനി നമ്മൾ 7ലേക്ക് വരുമ്പോൾ ഡീറ്റെയിൽസ് ഓഫ് ITC റിവേഴ്സ്ഡ് ആൻഡ് ഇന്നെലിജിബിൾ ITC ഫോർ ദി ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ റൂൾ 37 അനുസരിച്ചിട്ടുള്ള റൂൾ 37 എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 150 ദിവസത്തിനകം പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, സപ്ലയർക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പർച്ചേസിലുള്ള ITC എമൗണ്ട് നമ്മൾ റിവേഴ്സ് ചെയ്യണം. അതാണ് റൂൾ 37ൽ പറയുന്നത്. അതുപോലെ തന്നെ റൂൾ 39, റൂൾ 42, റൂൾ 43 ഇതിൽ പറയുന്നതനുസരിച്ചിട്ടുള്ള റിവേഴ്സലെല്ലാം ഇവിടെ കാണിക്കുക. ഇനി ആസ് പെർ സെക്ഷൻ 17(5) ബ്ലോക്കഡ് ക്രെഡിറ്റിലുള്ള എമൗണ്ട് ഇവിടെ കാണിക്കുക. അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ട് അത് റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുക. ട്രാൻ 1ൽ എന്തെങ്കിലും റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുക. ട്രാൻ 2ൽ എന്തെങ്കിലും റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുക. വേറെ എന്തെങ്കിലും റിവേഴ്സൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതർ റിവേഴ്സൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കോളത്തിൽ കാണിക്കുക. അപ്പോൾ ലാസ്റ്റ് വരുന്നത് 7J എന്ന് പറയുന്നത് നെറ്റ് ITC അവൈലബിൾ ഫോർ യൂട്ടിലൈസേഷൻ ആണ്. അപ്പോൾ 6Oയിൽ വരുന്ന എമൗണ്ടിനെ 7Iയിൽ വരുന്ന എമൗണ്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ ബാക്കി കിട്ടുന്നതാണ് നമുക്ക് ITC അവൈലബിൾ ആയിട്ടുള്ളത്, യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ITC. ഇനി നമ്മൾ വരുന്നത് 8ാമത്തെ കോളത്തിലേക്കാണ്, 8ാമത്തെ ടേബിളിലേക്കാണ്. 8ാമത്തെ ടേബിളും ITC റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നെയാണ് വരുന്നത്. 8A എന്ന് പറയുന്നത് GSTR 2Aയിൽ നിന്ന് ക്യാപ്ചർ ചെയ്യുന്ന എമൗണ്ടാണ്, ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്ന എമൗണ്ടാണ് 8Aയിൽ വരുന്നത്. അപ്പോൾ GSTR 2Aയിൽ നിന്ന് വരുന്ന എമൗണ്ട് ആണെന്ന് പറയുമെങ്കിലും പലപ്പോഴും കഴിഞ്ഞ വർഷം നമുക്കറിയാം 17-18 പലരുടെയും എമൗണ്ട് കറക്റ്റായിട്ട് GSTR 2Aയിൽ വന്നിട്ടുള്ള എമൗണ്ട് മുഴുവൻ ഈ ആനുവൽ റിട്ടേണിൻ്റെ 8A എന്നുള്ള കോളത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വരാത്തതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ 2019 ഏപ്രിൽ മാസം 30-ാം തീയതി ആയിരുന്നു 17-18 GSTR 1 ഫയൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നമ്മുടെ സപ്ലയർ ആരെങ്കിലും അവരുടെ GSTR 1 2019 ഏപ്രിൽ 30-ന് ശേഷമാണ് ഫയൽ ചെയ്തത് എങ്കിൽ നമ്മളുടെ 2Aയിൽ പക്ഷേ ആ ITC എല്ലാം വന്നിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെയുള്ള കേസിൽ 8Aയിലേക്ക് ആ ITC വന്നിട്ടുണ്ടാവുകയില്ല. അപ്പോൾ 8Aയിലേക്ക് ITC വരുന്നത് 30 ഏപ്രിൽ 2019 വെച്ച് കട്ട് ഓഫ് ഡേറ്റ് ഡിസൈഡ് ചെയ്തു ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷെ നമുക്കറിയാം 2A എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ച് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ്. ഓരോ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ 2A ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനുശേഷം ഫയൽ ചെയ്ത ഇപ്പോൾ മെയ് മാസത്തിലും ജൂൺ മാസത്തിലും ജൂലൈയിലും എല്ലാം നമ്മുടെ സപ്ലയർ GSTR 1 ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് 2Aയിൽ വന്നിട്ടുണ്ടാവും. പക്ഷേ 8Aയിലേക്ക് 30/4/2019 വരെ ഫയൽ ചെയ്ത GSTR 1ൽ നിന്നുള്ള ക്രെഡിറ്റ് മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. അതുപോലെ വേറെയും റീസൺസ് ഉണ്ടായിരുന്നു, അത് മിസ്മാച്ച് ആകാനുള്ള വേറെയും റീസൺസ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കതിൻ്റെ ഒരു ടേബിൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഏതൊക്കെ എമൗണ്ടാണ് GSTR 8Aയിലേക്ക് കൺസിഡർ ചെയ്ത് എന്നുള്ളത് അറിയാനൊരു മാർഗം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ വർഷം 2018-19 നമുക്ക് GST സൈറ്റിൽ പോയി കഴിഞ്ഞാൽ GSTR 8A എന്നുള്ള ഒരു ടേബിൾ നമുക്ക് ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആ റിപ്പോർട്ടിനകത്ത് കുറേ റീസൺസ് പറഞ്ഞിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് 8Aയിലും 2Aയിലും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത്.
നമുക്ക് മാക്സിമം റീകൺസൈൽ ചെയ്യാനായിട്ട് സാധിക്കും 8A ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ. അതുകൊണ്ട് കറക്റ്റായിട്ട് 8A എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. 2A ആയിട്ടൊന്ന് മാച്ച് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ഇനി 8B എന്ന് പറയുന്ന കോളത്തിലേക്ക് വരുന്നത് 6Bയുടെ ടോട്ടലാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം 6Bയും 6Hൽ നിന്നുള്ള എമൗണ്ടാണ് 8Bയിലേക്ക് വരുന്നത്. 6B എന്ന് പറയുന്നത് നമ്മൾ കണ്ടു അതർ ദാൻ റിവേഴ്സ് ചാർജ് ആണ്. 6B എന്ന് പറയുന്നത് ഇൻവേർട്ട് സപ്ലൈസ് അതർ ദാൻ ഇമ്പോർട്ട്സ് ആൻഡ് ഇൻവേർട്ട് സപ്ലൈസ് ലയബിൾ ടു റിവേഴ്സ് ചാർജ്. ആ എമൗണ്ടും 6H എന്ന് പറയുന്ന റീക്ലെയിംഡ് എമൗണ്ടും എമൗണ്ട് ഓഫ് ITC റീക്ലെയിംഡ് ഈ എമൗണ്ടാണ് നമ്മുടെ 8Bയിലേക്ക് വരുന്നത്. അപ്പോൾ റിവേഴ്സ് ചാർജിൽ ക്ലെയിം ചെയ്തിരിക്കുന്ന ITC ഒരിക്കലും 8Bയിലേക്ക് വരുന്നില്ല. കാരണം റിവേഴ്സ് ചാർജിൽ ക്ലെയിം ചെയ്തിരിക്കുന്ന ITC നമ്മുടെ 2Aയിൽ അപ്പിയർ ചെയ്യാത്തതുകൊണ്ട് 2Aയിലേക്കുള്ളൊരു കമ്പാരിസൺ ഈ 8 എന്ന് പറയുന്ന ടേബിൾ 2Aയുമായിട്ടുള്ളൊരു കമ്പാരിസൺ ആയതുകൊണ്ട് റിവേഴ്സ് ചാർജിൽ ക്ലെയിം ചെയ്തിരിക്കുന്ന ITC ഈ ടേബിളിലേക്ക് വരുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 8C എന്ന് പറയുന്നത് കറൻറ്റ് ഫിനാൻഷ്യൽ ഇയറിലെ ഏതെങ്കിലും ITC നമ്മൾ ആ വർഷം എടുക്കാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ സെപ്റ്റംബർ വരെ അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. റിസീവ്ഡ് ഡ്യൂറിങ് 18-19 ബട്ട് അവൈൽഡ് ഡ്യൂറിങ് April 19 to September 19. അങ്ങനെ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ 18-19 എലിജിബിലിറ്റി ഉണ്ടായിരുന്ന ITC 18-19 എടുക്കാതെ 19-20 സെപ്റ്റംബർ വരെയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ആ എമൗണ്ട് 8Cയിൽ കാണിക്കുക. ഈ ഒരു കോളം വളരെ ഇമ്പോർട്ടൻറ്റ് കോളമാണ്. ITC ടേബിൾസിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളം 8C ആണെന്നാണ് കരുതുന്നത്. അപ്പോൾ 8C ഒരിക്കലും നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. കറക്റ്റായിട്ട് റിക്കൺസൈൽ ചെയ്യുക. 2Aയും നമ്മുടെ 3Bയുമായിട്ട് റിക്കൺസൈൽ ചെയ്യുക, അല്ലെങ്കിൽ 2Aയും നമ്മുടെ പർച്ചേസുമായിട്ട് റിക്കൺസൈൽ ചെയ്യുക. എന്നിട്ട് എത്രയാണോ നമ്മൾ 18-19 വിട്ടുപോയി 19 സെപ്റ്റംബർ വരെ എടുത്തിട്ടുള്ളത് ആ എമൗണ്ട് മറന്നു പോവാതെ കറക്റ്റായിട്ട് 8Cയിൽ കാണിക്കുക. അതേ എമൗണ്ട് തന്നെ 13th ടേബിളിലും കാണിക്കുക. 8D എന്ന് പറയുന്ന ഡിഫറൻസ് ആണ്. ഇത് മൈനസ് ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ 8D എന്ന് പറയുന്നത് മൈനസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും എടുക്കേണ്ടത് ആവശ്യമില്ല. കാരണം നമ്മുടെ 3Bയിൽ വരുന്ന എമൗണ്ടിനേക്കാൾ കുറവാണ് 2Aയിൽ വരുന്നത് എങ്കിലാണ്, അല്ലെങ്കിൽ 8Aയിൽ കാണുന്ന എമൗണ്ടിനേക്കാൾ കൂടുതലാണ് 8Bയിൽ വന്ന എമൗണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 8D എന്ന് പറയുന്ന എമൗണ്ട് മൈനസ് ആയിരിക്കും. അതായത് ബിയും സിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം എയെ മൈനസ് ചെയ്യുമ്പോൾ എന്താണോ വരുന്നത് അത് മൈനസ് ആണോ എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ സപ്ലയേഴ്സ് GSTR1 കറക്റ്റായിട്ട് ഫയൽ ചെയ്തില്ല എന്നതാണ്. അങ്ങനെ മൈനസ് വരികയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ലീവ് ചെയ്യുക, മൈനസ് അങ്ങനെ തന്നെ ലീവ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സപ്ലയേഴ്സിനെ ഫോളോ അപ്പ് ചെയ്ത് അവരോട് എത്രയും പെട്ടെന്ന് അവരുടെ GSTR1 ഫയൽ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക. ഇനി ഇത് പ്ലസ് ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? അതായത് 2Aയിൽ ആണ് കൂടുതൽ എമൗണ്ട്, 3Bയിൽ കുറച്ച് എമൗണ്ടേ ഉള്ളൂ, നമ്മളത് സബ്സിക്വൻറ്റ് ഇയറിലും ക്ലെയിം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ലാപ്സായി പോകുന്നതാണ്. അങ്ങനെ ലാപ്സായി പോകുന്നതിൻ്റെ കാരണം എന്താണ്? 2 കാരണമുണ്ട്. ഒന്ന് ITC അവൈലബിൾ ബട്ട് നോട്ട് അവൈൽഡ്. നമുക്ക് എടുക്കാമായിരുന്നു പക്ഷെ നമ്മൾ എടുത്തില്ല. ആ എമൗണ്ട് 8Eയിൽ കാണിക്കുക. വേറൊരു റീസൺ എന്താണ്? ITC അവൈലബിൾ ബട്ട് ഇന്നെലിജിബിൾ. നമ്മുടെ 2Aയിൽ കൂടുതലും 3Bയിൽ കുറവാണുള്ളൊരു കാരണം. വേറൊരു കാരണം എന്ന് പറയുന്നത് ITC അവൈലബിൾ ബട്ട് നോട്ട് അവൈൽഡ്. വേറൊരു റീസൺ ITC അവൈലബിൾ ബട്ട് ഇന്നെലിജിബിൾ. അപ്പോൾ ആ എമൗണ്ട് 8Fൽ കാണിക്കുക. അപ്പോൾ 8Fൽ കാണിക്കുന്ന Eയും Fഉം കൂടി കൂടുമ്പോൾ Dക്ക് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. Dയുടെ പ്ലസ് ആണെങ്കിൽ മാത്രം ഇവിടെ കാണിക്കുക, D മൈനസ് ആണെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക. ഇനി IGST പെയ്ഡ് ഓൺ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഇൻക്ലൂഡിങ് സപ്ലൈസ് ഫ്രം സെസ് ഇവിടെ കാണിക്കുക. IGST ഓൺ ക്രെഡിറ്റ് അവൈൽഡ് ഓൺ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആസ് പെർ 6E കാണിക്കുക. ഇവിടെ IGST പേ ചെയ്ത എമൗണ്ടാണ് ഇവിടെ കാണിക്കേണ്ടത്, ഇവിടെ ക്രെഡിറ്റ് അവൈൽ ചെയ്ത എമൗണ്ടാണ് ഇവിടെ കാണിക്കേണ്ടത്. ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലാപ്സ് ആകുന്നതാണ്. ഇവിടെ ജയിൽ എഴുതിയിട്ടുണ്ട് ITC അവൈലബിൾ ബട്ട് നോട്ട് അവൈൽഡ് ഓൺ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്. ITC അവൈലബിൾ ആയിരുന്നു പക്ഷെ നമ്മൾ അവൈൽ ചെയ്തില്ല.
അതുകൊണ്ട് അത് ലാപ്സ് ആകുമെന്നാണ് പറയുന്നത്. ടോട്ടൽ ITC ടു ബി ലാപ്സ്ഡ് ഇൻ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ E+F+J ആണ് ടോട്ടൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ക്രെഡിറ്റ്. ഇനി പാർട്ട് 4ൻ്റെ ടേബിൾ 9 എന്ന് പറയുന്നത് റിക്കൺസിലിയേഷൻ ഓഫ് ടാക്സ് പേയ്മെൻ്റ് ആണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ടാക്സ് പേയബിളും ടാക്സ് പെയ്ഡും ഓട്ടോ ഡ്രാഫ്റ്റ് ചെയ്ത് വരുന്നത് കറക്റ്റായിട്ടായിരിക്കും. കാരണം ഈ രണ്ട് എമൗണ്ടും എടുക്കുന്നത് GSTR 3Bയിൽ നിന്നാണ്. അപ്പോൾ GSTR 3Bയിലെ ടാക്സ് പേ ചെയ്താൽ മാത്രമേ അത് GSTR 3B ഫയൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഇത് 3Bയിൽ നിന്ന് വരുന്നതുകൊണ്ട് എപ്പോഴും ഇത് രണ്ട് സൈഡും മാച്ചായിരിക്കും. പക്ഷേ റിയൽ സിനാരിയോ അങ്ങനെയല്ല. നമുക്ക് പേയബിൾ എന്ന് പറയുന്നത് GSTR 1ൽ നിന്നുള്ള എമൗണ്ട് ആയിരിക്കണം. പെയ്ഡ് എന്ന് പറയുന്നത് GSTR 3Bയിൽ നിന്ന് വന്ന എമൗണ്ട് ആയിരിക്കണം. അപ്പോൾ GSTR 1ൻ്റെ 4Nൽ കാണുന്ന എമൗണ്ടാണ് നമുക്ക് പേയബിളിൽ കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ എമൗണ്ട് അല്ല GSTR 9ൻ്റെ 4Nൽ, അതായത് ഈ റിപ്പോർട്ടിൻ്റെ 4Nൽ വരുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് ഇവിടെ കാണിക്കുക. ഇൻഡയറക്റ്റ് ടാക്സ് ഇവിടെ കാണിക്കുക, സെൻട്രൽ ടാക്സ് ഇവിടെ കാണിക്കുക, സ്റ്റേറ്റ് ടാക്സ് ഇവിടെ കാണിക്കുക. എന്നിട്ട് പേയ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുക. പേയ്മെൻറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഷോർട്ട് പേയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ DRC 03 ഉപയോഗിച്ചിട്ട് പേ ചെയ്യുക. എക്സസ് പേയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ RFD 01A എന്നുള്ള റീഫണ്ട് ആപ്ലിക്കേഷനിലൂടെ അത് ക്ലെയിം ചെയ്യുക. ഇനി പാർട്ട് 5 എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കാണ് ഇമ്പോർട്ടൻ്റ്? 2018-19 മുഴുവൻ സെയിൽസോ അല്ലെങ്കിൽ മുഴുവൻ ടാക്സോ നമ്മൾ 18-19 മാർച്ച് 31 വരെ ഫയൽ ചെയ്ത GSTR 1ലോ GSTR 3Bയിലോ കാണിച്ചിട്ടില്ല. അത് കാണിച്ചത് 2019 ഏപ്രിൽ മുതൽ 2019 സെപ്റ്റംബർ വരെയാണെന്നുണ്ടെങ്കിൽ 10ലും 11ലും 12ലും 13ലും വരാം. അതിൽ 10ാമത്തെ കോളത്തിൽ വരുന്നത് സപ്ലൈസ് ടാക്സ് ഡിക്ലെയർഡ് ത്രൂ അമെൻമെൻറ്റ്സ് പ്ലസ് അമെൻമെൻ്റ് ആണ്, അല്ലെങ്കിൽ നെറ്റ് ഓഫ് ഡെബിറ്റ് നോട്ട്സ്. പ്ലസ് അമെൻമെൻറ്റും ഡെബിറ്റ് നോട്ട്സും കൂടി കൂടിയിട്ടുള്ളത് അത് 10ൽ കാണിക്കുക. മൈനസ് അമെൻമെൻറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ടിലുള്ളത് 11ൽ കാണിക്കുക. ഇനി നമ്മൾ ആദ്യം പറഞ്ഞു റിവേഴ്സൽ ഓഫ് ITC അവൈൽഡ് ഡ്യൂറിങ് പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ. 18-19 ഏതെങ്കിലും ITC കൂടുതൽ എടുത്തിട്ടുണ്ട്, അത് 18-19 ITC കൂടുതലെടുത്തു, അത് 19-20 ഫിനാൻഷ്യൽ ഇയറിൻ്റെ സെപ്റ്റംബർ വരെയാണ് അത് റിവേഴ്സ് ചെയ്തതെന്നുണ്ടെങ്കിൽ 12ൽ കാണിക്കുക. 13ൽ കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു 8Cയിൽ വരുന്ന എമൗണ്ടാണ് 30 കാണിക്കുന്നത്. ITC അവൈൽഡ് ഫോർ ദി പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ 18-19 ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് അവൈൽ ചെയ്യാനുണ്ടായിരുന്ന ITC നമ്മൾ അവൈൽ ചെയ്തത് 19-20 സെപ്റ്റംബർ വരെയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ടാണ് നമ്മളിവിടെ 13ൽ കാണിക്കേണ്ടത്. ഇപ്പോൾ ഈ കേസിൽ പലരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, 8Cയിൽ വരുന്ന അതേ എമൗണ്ട് തന്നെയാണോ 13 കോളത്തിൽ വരുന്നതെന്നൊരു ഡൗട്ട് പലരും ചോദിക്കാറുണ്ട്. പലരുടെ കേസിലും അത് ശരിയായിരിക്കാം, പക്ഷേ അത് എല്ലാവരുടെയും കേസിൽ അങ്ങനെ ശരിയാവണമെന്ന് നിർബന്ധമില്ല. ഇവിടെ വായിച്ച ഈ വേർഡിങ്സ് നോക്കിയാൽ അറിയാം ITC അവൈൽഡ് ഫോർ ദി പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ എന്നാണ് 13ൽ വായിക്കുന്നത്. എന്നാൽ 8Cയിലെ വേർഡിങ്സ് ഒന്ന് നോക്കിയേ. 8Cയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ITC ഓൺ ഇൻവേർട്ട് സപ്ലൈസ് അതർ ദാൻ ഇമ്പോർട്ട്സ് ആൻഡ് ഇൻവേർട്ട് സപ്ലൈസ് ലയബിൾ ടു റിവേഴ്സ് ചാർജ് ബട്ട് ഇൻക്ലൂഡ്സ് സർവീസസ് റിസീവ്ഡ് ഫ്രം സെസ്. അപ്പോൾ ഇൻവേർട്ട് സപ്ലൈസ് ഓൺ റിവേഴ്സ് ചാർജ് നമുക്ക് വീണ്ടും തിരിച്ചു പോകാം. 4Gയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ഒരു സിനാരിയോ പറയുകയാണ്. 4Gയിൽ നമ്മൾ എന്ത് ചെയ്തു? ഇൻവേർട്ട് സപ്ലൈസ് ഓൺ വിച്ച് ടാക്സ് ടു ബി പെയ്ഡ് ഓൺ റിവേഴ്സ് ചാർജ് എന്നുള്ള ബേസിൽ നമ്മളൊരു 10,000 രൂപ നമ്മൾ റിവേഴ്സ് ചാർജിൽ GST പേ ചെയ്തു. പക്ഷേ അതിൻ്റെ ITC എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പേയ്മെൻറ്റ് കോളത്തിൽ ഇവിടെ കാണിക്കണം. ITC എടുക്കാൻ മറന്നു പോയതുകൊണ്ട് നമ്മുടെ 3Bയിൽ അത് വന്നിട്ടില്ല. അതെടുത്തത് എപ്പോഴാണ്? പിറ്റേ വർഷം 2019-20ലാണ് നമ്മൾ 2019-20 സെപ്റ്റംബറിനകത്താണ് നമ്മൾ ITC എടുത്തതെന്നുണ്ടെങ്കിൽ ആ എമൗണ്ടും കൂടി കൂടിയിട്ട് വേണം 13ൽ കാണിക്കാനായിട്ട്. അപ്പോൾ 8Cയും 13ഉം എപ്പോഴും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ 8C പ്ലസ്, അതായത് നോർമൽ പർച്ചേസ് 2Aയിൽ വരുന്ന
ITC മിസ് ഔട്ട് ചെയ്ത് പോയത് 2019-20 സെപ്റ്റംബറിനകം എടുത്തതും റിവേഴ്സ് ചാർജിൽ നമ്മൾ ടാക്സ് കൊടുത്തു, പക്ഷേ ITC എടുക്കാൻ മറന്നു പോയതും കൂടി കൂടിയിട്ടുള്ള എമൗണ്ടാണ് 13-ൽ കാണിക്കേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി 10-ലും 11-ലും പ്ലസോ മൈനസോ GST ഉണ്ടെങ്കിൽ അതിവിടെ കാണിക്കുക. IGST പേബിളിൽ കാണിക്കുക, പെയ്ഡിൽ കാണിക്കുക, CGST പേബിളിലും പെയ്ഡിലും കാണിക്കുക. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം റെഡ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് എമൗണ്ടും ഇവിടെ മൈനസ് എമൗണ്ടും എൻ്റർ ചെയ്യാവുന്നതാണ്. താഴേക്ക് വന്നാൽ പാർട്ട് 6 എന്ന് പറയുന്നത് അതർ ഇൻഫർമേഷനാണ്. ടോട്ടൽ റീഫണ്ട് ക്ലെയിംഡ്, ടോട്ടൽ റീഫണ്ട് സാങ്ഷൻഡ്, ടോട്ടൽ റീഫണ്ട് റിജക്റ്റഡ്, ടോട്ടൽ റീഫണ്ട് പെൻഡിങ്, ടോട്ടൽ ഡിമാൻഡ് ഓഫ് ടാക്സസ് പെയ്ഡ്. ഇതെല്ലാം നമുക്ക് നമ്മുടെ റെക്കോർഡ്സിൽ നിന്നും നമ്മുടെ ഫയലിൽ നിന്നും എടുത്തെഴുതേണ്ടതാണ്. അത് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യുക. ഇനി ഇവിടെ നോക്കിയാൽ 16-ൽ എയിൽ നോക്കിയാൽ കാണാം സപ്ലൈസ് റിസീവ്ഡ് ഫ്രം കോമ്പോസിഷൻ ടാക്സ് പേയേഴ്സ്. ഇൻഫർമേഷൻ അവൈലബിൾ ആണെങ്കിൽ ഫില്ല് ചെയ്യുക. HSN വൈസ് ഇൻവേർഡ് സപ്ലൈസും ഔട്ട്വേർഡ് സപ്ലൈസിനും എക്സംഷൻ ഉണ്ട്. ആ എക്സംഷൻ നോക്കി അതനുസരിച്ച് ക്ലെയിം ചെയ്യുക എക്സംഷൻസ്. അപ്പോൾ ഇത്രയുമാണ് GSTR 9-ന്റെ ടേബിൾസ് ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. കാരണം ഇത് 2ാമത്തെ വർഷമാണ്. ഞാൻ ഇതിനകത്ത് കൂടുതൽ പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടേബിൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞത്. ചില ഏരിയയിൽ മുഴുവൻ ഡീറ്റെയിൽഡായിട്ട് പറയാൻ പറ്റിയിട്ടില്ല. കാരണം ഈ കുറഞ്ഞ സമയത്തിനകം 40-45 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു ടേബിളല്ല ഇത്. GSTR 9-ന്റെ ട്രെയിനിങ് നടത്തുന്ന സമയത്ത് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എടുക്കുന്ന ഒരു സെഷനാണ് നമ്മൾ വളരെ കുറഞ്ഞ സമയത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് സമയപരിമിതി ഉള്ളതുകൊണ്ട് വളരെ സ്പീഡിൽ പറഞ്ഞു പോയി. ചിലയിടത്ത് ക്ലാരിറ്റി ഉണ്ടാവുകയില്ല. ക്ലാരിറ്റി ഇല്ലാത്തത് വീണ്ടും റീഡ് ചെയ്ത് നോക്കി അല്ലെങ്കിൽ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കി മനസ്സിലാക്കി അതനുസരിച്ച് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി 2ാമത്തെ പോർഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് 3ാമത്തെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. 3ാമത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് 17-18-ന്റെ കറക്ഷൻസ് എങ്ങനെയാണ് 18-19-ൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ 18-19-ന്റെ കറക്ഷൻസ് എങ്ങനെയാണ് 19-20-ൽ ചെയ്യുക. അതാണ് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ അതാണെന്ന് വിചാരിക്കുന്നു. കാരണം എല്ലാവർക്കും മിക്കവാറും പേർക്ക് GSTR 9 എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് അറിയാം. അവരതിനകത്ത് എക്സ്പേർട്ടായി. കറക്ഷൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു ചെറിയ ഡൗട്ടുള്ളത്. നമുക്കത് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകട്ടെ. നമ്മളുടെ ലക്ഷ്യം ഞാൻ 1ാമത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മളുടെ ലക്ഷ്യം ഈ വർഷം എല്ലാവരും GSTR 9 ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. നിൽ റിട്ടേൺ ആണെങ്കിൽ പോലും ഫയൽ ചെയ്യുക. അപ്പോൾ നമുക്ക് 19-20-ൽ റിട്ടേൺ ഈസി ആയിട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.